പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ 3 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ 3 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ പോസ് ചെയ്ത് ആ നോട്ടുകളും കംപ്ലീറ്റ് ചെയ്യണം. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കാണും എല്ലാവരും. 3ാമത്തെ വീഡിയോയിൽ നമ്മൾ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. 8 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട 9ാമത്തെ ചോദ്യം. 9th ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് എ be the set of all straight lines in a plane and R be a relation on A defined by R is equal to set of all ordered pair L1 L2 such that L1 parallel to L2 L1 comma L2 element of A. Show that R is an equivalence relation. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലെ ഉള്ള സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ മുഴുവൻ്റെയും കൂടെ സെറ്റിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനിലെ മുഴുവൻ ലൈൻസിൻ്റെയും കൂടെ സെറ്റാണ് എ എന്ന് പറയുന്നത്. ആ എ എന്ന സെറ്റിലാണ് നമ്മൾ ആർ എന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആർ എന്ന റിലേഷൻ റൂൾ ഫോമിലാണ് തന്നിരിക്കുന്നത്. ആർ ഇങ്ങനെ തന്നിരിക്കുന്നത്: സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ L1 L2 സച്ച് ദാറ്റ് L1 പാരലൽ ടു L2 L1 കോമ L2 എലമെൻറ്റ് ഓഫ് എ. നമുക്ക് ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതേ ചോദ്യം തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് അവർക്ക് ഇങ്ങനെ ചോദിക്കാം: ഷോ ദാറ്റ് ദ റിലേഷൻ ഇൻവെർട്ടഡ് കോമാസിനകത്ത് ഈസ് പാരലൽ ടു ഓൺ ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിനെ കുറച്ചുകൂടെ ബ്രീഫായിട്ട് ഇങ്ങനെയും ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം, ആൻസറിലേക്ക് പോകാം. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ എടുത്ത് എഴുതുകയാണ്. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ L1 L2 സച്ച് ദാറ്റ് L1 പാരലൽ ടു L2 L1 കോമ L2 എലമെൻറ്റ് ഓഫ് എ. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലുള്ള മുഴുവൻ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെയും കൂടെ സെറ്റാണ് എന്ന് പറയുന്നത്. ദാറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ ആണ്. ഇവിടെ ആ റിലേഷൻ റൂൾ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഈ റൂൾ ഫോമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്: ഓർഡേർഡ് പെയർ L1 L2 ആറിലുണ്ടെങ്കിൽ L1 പാരലൽ ടു L2 ആയിരിക്കും. അതുപോലെ L1 പാരലൽ ടു L2 ആണെങ്കിൽ ഓർഡേർഡ് പെയർ L1 L2 ആറിലുണ്ടാവും. അപ്പോൾ ആറിൽ വരുന്ന ഓർഡേർഡ് പെയറുകളുടെ സ്വഭാവം കൃത്യമായിട്ട് റൂൾ മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ ആർ എന്ന റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കുന്നതിന് ആദ്യം നമുക്കത് റിഫ്ലക്സീവ് ആണെന്ന് തെളിയിക്കാം. റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്കറിയാം. എയിലെ ഏത് എലമെൻ്റ് എടുത്താലും ഓർഡേർഡ് പെയർ എ ആറിലുണ്ടാവണം. എയിലെ ഏത് എലമെൻ്റ് എടുത്താലും എ എന്ന് പറയുന്നത് ആറിലുണ്ടാവണം. ഇതാണ് റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ. നമ്മൾ എ എന്ന സെറ്റിൽ നമ്മൾ ഒരു എലമെൻറ്റ് ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യുന്നു. എയിലെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ലൈനുകളാണ്. അതുകൊണ്ട് എയിലെ ഒരു എലമെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ തൽക്കാലം എക്ക് പകരം എൽ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന സെറ്റിൽ ഒരു എലമെൻറ്റ് എൽ എടുക്കുന്നു. ക്യാപിറ്റൽ എയിൽ വരുന്നത് ലൈനുകളാണ്. അതുകൊണ്ട് അവിടുത്തെ ഒരു എലമെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ എൽ എന്നുള്ള സിമ്പിൾ ചൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എയിൽ ഒരു എലമെൻറ്റ് എൽ എടുക്കുന്നു. എൽ പാരലൽ ടു എൽ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഒരു ലൈൻ അതിനോട് തന്നെ പാരലൽ എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് പറയാം ഓർഡേർഡ് പെയർ എൽ കോമ എൽ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എയിൽ നിങ്ങൾ ഏത് എലമെൻറ്റ് എൽ എടുത്താലും ഓർഡേർഡ് പെയർ എൽ ആറിലുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്. റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്സീവ് റിലേഷനാണ്. അടുത്തതായിട്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷനാണ് നമുക്ക് തെളിയിക്കാം. സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ നിങ്ങൾക്കറിയാം. എ ബി ആറിലുള്ള എല്ലാ കേസിലും ബി എയും ആറിലുണ്ടാവണം. അപ്പോൾ നമ്മൾ സിമെട്രിക് ആണ് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ആറിൽ ഒരു ഓർഡേർഡ് പെയർ L1 L2 എടുക്കുന്നു. ലെറ്റ് L1 L2 എലമെൻറ്റ് ഓഫ് ആർ. ദാറ്റ് ഇംപ്ലൈസ് L1 പാരലൽ ടു L2. L1 പാരലൽ ടു L2 ആണെങ്കിൽ ഉറപ്പായിട്ടും L2 പാരലൽ ടു L1 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ L2 L1 എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ L1 L2 ആറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും L2 L1ഉം ആറിലുണ്ടാവും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷനാണ്. നമുക്ക് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ലെറ്റ് L1 L2 എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് L2 L3 എലമെൻറ്റ് ഓഫ് ആർ. L1 L2 ആറുള്ളത് കൊണ്ട് L1 പാരലൽ ടു L2 ആയിരിക്കും. അതുപോലെ L2 L3 ആറുള്ളതുകൊണ്ട് L2 പാരലൽ ടു L3 ആയിരിക്കും.
അപ്പോൾ L1 പാരലൽ ടു L2 ആൻഡ് L2 പാരലൽ ടു L3 ആണ്. അതിൽ നമുക്ക് പറയാം L1 പാരലൽ ടു L3 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പറയാം L1 L3 എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ L1 L2 ആറിൽ വരികയും L2 L3 ആറിൽ വരികയും ചെയ്താൽ ഉറപ്പാണ് L1 L3 ആറിലുണ്ടാവും. അതുകൊണ്ട് ആർ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ആർ ഒരു ഈക്വലൻസ് റിലേഷൻ ആകുന്നു. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം ഇതാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ഈസ് സിമിലർ ടു, ഇൻവെർട്ടർ കോമാസിനകത്താണ്, ഈസ് സിമിലർ ടു ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഇതാണ് ചോദ്യം. ചോദ്യം വളരെ പ്രിസൈസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിനിലെ ട്രയാങ്കിൾസിൻ്റെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷനെ കുറിച്ചൊരു ഹിൻഡ് വരെ തന്നിട്ടുണ്ട്. റിലേഷനെ കുറിച്ചുള്ള ഹിൻഡ് ഇതാണ്: ഈസ് സിമിലർ ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന് എ എന്ന് പേര് കൊടുക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഈ ചോദ്യത്തിനകത്ത് സെറ്റിനകത്ത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന് പേരില്ലായിരുന്നു, നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഇവിടെ റിലേഷന് ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല, റിലേഷനെ കുറിച്ചൊരു ഹിൻഡ് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. നമുക്ക് റിലേഷന് ആർ എന്ന് പേര് കൊടുക്കാം. ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ T1 T2 സച്ച് ദാറ്റ് T1 സിമിലർ ടു T2 T1, T2 എലമെൻറ്റ് ഓഫ് എ. ഇവിടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിനിലുള്ള ട്രയാങ്കിൾസിൻ്റെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിന് പേരില്ലായിരുന്നു, നമ്മൾ എ എന്ന് പേര് കൊടുത്തു. ഇവിടെ റിലേഷൻ അവർ പേരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ ആർ എന്ന് പേര് കൊടുത്തു. റിലേഷൻ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മളത് വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്തു. ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ T1 T2 സച്ച് ദാറ്റ് T1 സിമിലർ ടു T2 T1, T2 എലമെൻറ്റ് ഓഫ് എ. ഈ റൂൾ ഫോമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഓർഡേർഡ് പെയർ T1 T2 ആറിലുണ്ടെങ്കിൽ T1 സിമിലർ ടു T2 ആയിരിക്കും. അതുപോലെ T1 സിമിലർ ടു T2 ആണെങ്കിൽ T1 T2 ആറിലുണ്ടാവും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലെയിനിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ സെറ്റിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്ലെയിനിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ മുഴുവൻ ട്രയാങ്കിൾസിൻ്റെയും കൂടെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. റിലേഷനെ കുറിച്ച് അവരൊരു ഹിൻഡ് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു, നമ്മൾ റിലേഷന് പേര് കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ ആർ എന്ന് പേര് കൊടുത്തു. റിലേഷൻ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മളത് വൃത്തിയായിട്ട് അങ്ങ് ഡിഫൈൻ ചെയ്തു. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ T1 T2 സച്ച് ദാറ്റ് T1 സിമിലർ ടു T2 T1, T2 എലമെൻറ്റ് ഓഫ് എ. നമുക്ക് ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ആണ് എന്ന് തെളിയിക്കാൻ ആദ്യം നമുക്ക് റിഫ്ലെക്സിവിറ്റി പ്രൂവ് ചെയ്യാം. നമ്മൾ എ എന്ന സെറ്റിൽ ഒരു എലമെൻറ്റ് ടി എടുക്കുന്നു. എയിലെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസ് ആണ്, അതുകൊണ്ട് അവരെ അവിടുത്തെ ഒരു എലമെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ടി എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തതേ ഉള്ളൂ. സാധാരണ എയിലെ ഒരു എലമെൻറ്റിനെ സൂചിപ്പിക്കാൻ എ എന്നുള്ള സിമ്പിൾ നമ്മൾ കൊടുക്കുന്നത്, അതിന് വരെ ഇവിടെ ടി എന്നുള്ള സിമ്പിൾ കൊടുത്തതേ ഉള്ളൂ, ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ എ എന്ന സെറ്റിൽ നമ്മൾ ഒരു എലമെൻറ്റ് ടി എടുക്കുന്നു. ടി സിമിലർ ടു ടി ആണെന്ന് എല്ലാവർക്കും അറിയാം. ടി ഒരു ട്രയാങ്കിൾ അതിനോട് തന്നെ സിമിലർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം, അതാണ് എഴുതിയിരിക്കുന്നത്. ടി ഈ സിമിലർ ടു ടി ആണ്. അപ്പോൾ T1 സിമിലർ ടു T2 ആണെങ്കിൽ T1 T2 ആറിലുണ്ടാവും. അപ്പോൾ ഇവിടെ ടി സിമിലർ ടു ടി ആയതുകൊണ്ട് ടി ആറിലുണ്ടാവും. ടി എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. അതുകൊണ്ട് ആർ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. എ എന്ന സെറ്റിൽ നമ്മൾ ഏത് എലമെൻ്റ് എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. അടുത്ത് നമുക്ക് സിമെട്രി പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് സിമെട്രിക് പ്രൂവ് ചെയ്യാം. ലെറ്റ് T1, T2 എലമെൻറ്റ് ഓഫ് ആർ. ആറിൽ ഒരു ഓർഡേർഡ് പെയർ T1 T2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ T1 ഈസ് സിമിലർ ടു T2 ആയിരിക്കും. T1 സിമിലർ ടു T2 ആണെങ്കിൽ ഉറപ്പാണ് T2 സിമിലർ ടു T1 ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പറയാം T2 T1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. T2 T1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ T1 T2 ആറിലുണ്ടെങ്കിൽ ഉറപ്പാണ് T2 T1ഉം ആറിലുണ്ടാവും. അതുകൊണ്ട് ആർ ഒരു സിമെട്രിക് റിലേഷനാണ്. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യാം. ലെറ്റ് T1 T2 എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് T2 T3 എലമെൻറ്റ് ഓഫ് ആർ. T1 T2 ആറുള്ളതുകൊണ്ട് T1 സിമിലർ ടു T2 ആയിരിക്കും. T2 T3 ആറുള്ളതുകൊണ്ട് T2 സിമിലർ ടു T3 ആയിരിക്കും. അപ്പോൾ T1 സിമിലർ ടു T2 ആൻഡ് T2 സിമിലർ ടു T3 ആയതുകൊണ്ട് തീർച്ചയായിട്ടും T1 സിമിലർ ടു T3 ആയിരിക്കും. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. T1 സിമിലർ ടു T2, T2 സിമിലർ ടു T3 ആണെങ്കിൽ ഉറപ്പായിട്ടും T1 സിമിലർ ടു T3 ആയിരിക്കും. T1 സിമിലർ ടു T2, T2 സിമിലർ ടു T3 ആണെങ്കിൽ T1 സിമിലർ ടു T3 ആയിരിക്കും. അതുകൊണ്ട് പറയാം T1 T3 എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. ദെയർഫോർ
R is transitive, therefore R is an equivalence relation. ഈ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ അടുത്ത 11ാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വിടുകയാണ്. ചോദ്യം ഇതാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഇവിടെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. നമ്മുടെ സിമിലർ ടു എന്നുള്ളതിന് പകരം കോൺഗ്രുവൻ്റ് ആക്കിയാൽ മതി. അടുത്ത ചോദ്യം: എക്സാമിൻ വെദർ ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൺ ക്യാപിറ്റൽ N ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതാണ് ചോദ്യം. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാപിറ്റൽ Nലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷനെ കുറിച്ചൊരു ഹിൻ്റാണ് അവർ തന്നിരിക്കുന്നത്. റിലേഷന് പേരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആറത് പേര് കൊടുക്കാം. എന്നിട്ട് റിലേഷൻ നമുക്ക് നീറ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. ആദ്യം ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ക്യാപിറ്റൽ N ഡിഫൈൻഡ് ബൈ R is equal to set of all ordered pair AB such that A less than or equal to B, A comma B element of capital N. ഈ പ്രോബ്ലത്തിൽ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷനെ കുറിച്ച് ഒരു ഹിൻഡ് മാത്രമേ ചോദ്യത്തിനകത്തുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഹിൻഡ് മാത്രമേ റിലേഷനെ കുറിച്ച് തന്നിട്ടുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ റിലേഷന് ആദ്യം ഒരു പേര് കൊടുക്കണം. എന്നിട്ട് ആ റിലേഷനെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ റിലേഷൻ ഇവിടെ R എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആർ ബി എ റിലേഷൻ ഓൺ N ഡിഫൈൻഡ് ബൈ R ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ AB സച്ച് ദാറ്റ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, A കോമ B എലമെൻറ്റ് ഓഫ് N. ഓക്കെ, അപ്പോൾ ഈ റിലേഷനകത്ത് 1 N ക്രോസ് Nലെ 1 ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 1 ഉണ്ട്. കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് 1 ഉണ്ടാവും. 1 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1 2 ഉണ്ടാവും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ട് 1 2 ഉണ്ടാവും. 1 3 ഉണ്ടാവും. 1 തുടങ്ങുന്ന എല്ലാവരും ഉണ്ടാവും. 2 1 ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കാണില്ല. കാരണം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള റോങ് ആണ്. അതുകൊണ്ട് 2 1 ഉണ്ടാവില്ല. പക്ഷേ 2 2 കാണും, 2 3 കാണും, 2 4 കാണും. ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവും. അതുപോലെ 3 തുടങ്ങുന്ന 3 1 കാണില്ല. ഓർഡേയുടെ പേര് 3 2 കാണില്ല. പക്ഷേ 3 3 3 4 3 5 എക്സെട്ര എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ റിലേഷന് നമ്മൾ ആറെന്ന് പേര് കൊടുത്തു. ആ റിലേഷനെ നമ്മൾ നീറ്റായിട്ട് ഡിഫൈൻ ചെയ്തു. റിലേഷൻ്റെ പ്രത്യേകത ഇതാണ്: ഓർഡേർഡ് പേർ AB ആറിലുണ്ടെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയിരിക്കും. അതുപോലെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ ഓർഡേർഡ് പേർ AB ആറിലുണ്ടാവും. അപ്പോൾ റിലേഷനെ കുറിച്ച് ഉള്ള ധാരണ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്തുവാ? N എന്ന സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലേഷൻ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ Nലെ ഏത് എലമെൻ്റ് എടുത്താലും A എന്ന് പറയുന്ന ഓർഡേർഡ് പേർ ആറിൽ ഉണ്ടാവണം. നമ്മൾ N എന്ന സെറ്റിൽ ആർബിട്രറി ആയിട്ട് എലമെൻ്റ് എടുക്കുന്നു. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ട്രൂ ആണ്. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഓർഡേർഡ് പേർ A എലമെൻ്റ് ഓഫ് R ആയിരിക്കും. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ AB എലമെൻ്റ് ഓഫ് R ആയിരിക്കും. അതുപോലെ AB എലമെൻ്റ് ഓഫ് R ആണെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയിരിക്കും. ഇതാണ് റിലേഷൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇവിടെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആയതുകൊണ്ട് എന്ന് പറയാം A എന്ന് പറയുന്നത് ആറിലുണ്ടാവും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കാം. സിമെട്രിക് ആണോന്ന് പരിശോധിക്കാം. ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് ആർ. ആ റിലേഷനകത്ത് നമ്മളൊരു ഓർഡേർഡ് പേർ AB എടുക്കുന്നു. ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ദാറ്റ് ഇംപ്ലൈസ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയതുകൊണ്ട് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആവാൻ സാധ്യമല്ല, ആവണമെന്നില്ല. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണ്. അതുകൊണ്ട് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് AB നീഡ് നോട്ട് ബി ആൻ എലമെൻറ്റ് ഓഫ് ആർ. BA നീഡ് നോട്ട് ബി ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. AB ആറിലുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയിരിക്കും. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയതുകൊണ്ട് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആവണമെന്നില്ല. അതാണ് എഴുതിയത്. നീഡ് നോട്ട് ഇംപ്ലൈസ് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. അതുകൊണ്ട് BA നീഡ് നോട്ട് ബി ഇൻ R. BA എന്ന് പറയുന്നത് ആറിലുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് R സിമെട്രിക് അല്ല. അപ്പോൾ സിമെട്രിക് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല. AB ആറിലുണ്ടെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയിരിക്കും. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആയതുകൊണ്ട് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ B എന്ന് പറയുന്നത് ആറിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് R സിമെട്രിക് അല്ല. നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ലെറ്റ് AB എലമെൻറ്റ് ഓഫ് R ആൻഡ് BC എലമെൻറ്റ് ഓഫ് R. അതുകൊണ്ട് പറയാം A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആൻഡ് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആൻഡ് B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആണെങ്കിൽ ഉറപ്പായിട്ടും A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം AC എലമെൻറ്റ് ഓഫ് R ആയിരിക്കും. അപ്പോൾ AB എലമെൻറ്റ് ഓഫ് R ആൻഡ് BC എലമെൻറ്റ് ഓഫ് R ആണെങ്കിൽ ഉറപ്പായിട്ടും AC എലമെൻറ്റ് ഓഫ് R ആയിരിക്കും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എക്സാമിൻ വെദർ ദ റിലേഷൻ
ഇൻവെർട്ടർ കോമാസിനകത്ത് ഗ്രേറ്റർ ദാൻ ഓൺ ക്യാപിറ്റൽ എൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗ്രേറ്റർ ദാൻ എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണ്. റിലേഷന് പേരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആ റിലേഷനെ കുറിച്ചൊരു ഹിൻറ്റ് മാത്രമേ ഇവർ തന്നിട്ടുള്ളൂ. നമുക്ക് റിലേഷന് പേരൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് റിലേഷൻ ആദ്യം ഒരു പേര് കൊടുക്കാം, ആർ എന്ന പേര് കൊടുക്കാം. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ക്യാപിറ്റൽ എൻ ഡിഫൈൻഡ് ബൈ R is equal to set of all ordered by AB such that A greater than B, A comma B element of N. ഈ പ്രോബ്ലത്തിൽ റിലേഷന് പേരില്ലായിരുന്നു, നമ്മൾ ആറെന്ന് പേര് കൊടുത്തു. റിലേഷൻ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ വൃത്തിയായിട്ട് റൂൾ ഫോമിൽ അതങ്ങ് ഡിഫൈൻ ചെയ്തു. റിലേഷൻ്റെ പ്രത്യേകത ഇതാണ്, ഓർഡേർഡ് ബൈ എ ബി ആറിലുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അതുപോലെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഓർഡേർഡ് ബൈ എ ബി ആറിലുണ്ടാവും. 1 ആറിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ 1 ആറിൽ കാണില്ല, കാരണം 1 ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് റോങ് ആണ്. അപ്പോൾ 1 ആറിൽ ഉണ്ടാവില്ല. 1 കാണുമോ എന്ന് ചോദിച്ചാൽ 1 ആറിൽ ഉണ്ടാവില്ല. 1 തുടങ്ങുന്ന ആരും ഉണ്ടാവില്ല. 2 തുടങ്ങുന്ന 2 ആറിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, കാരണം 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. 2 ആറിലുണ്ടാവും. 2 3 അവരാരും ആറിലുണ്ടാവില്ല. 3 ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. 3 ഉണ്ടാവും, 3 ഉണ്ടാവും, പക്ഷേ 3 4 എക്സെട്ര കാണില്ല. അപ്പോൾ റിലേഷനിൽ വരുന്ന ഓർഡേർഡ് ബേസിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയായി. ഈ റിലേഷൻ നമുക്കൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് പരിശോധിക്കാം. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എയിൽ ഏത് എലമെൻ്റ് എടുത്താലും എ ആറിൽ ഉണ്ടാവണം. നമ്മൾ ക്യാപിറ്റൽ എയിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു. എന്ന് പറയുമ്പോൾ ഏത് നാച്ചുറൽ നമ്പർ വേണേലും ആകാം. എ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് തെറ്റാണ്, ഈസ് ഫോൾസ്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. കാരണം എ ആറിൽ വരണമെങ്കിൽ എ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം. പക്ഷേ ഇവിടെ നമുക്കറിയാം എ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കാം. ലെറ്റ് എ ബി എലമെൻ്റ് ഓഫ് ആർ, എ ബി ആറിലുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദാറ്റ് നീഡ് നോട്ട് ഇംപ്ലൈസ് ബി ഗ്രേറ്റർ ദാൻ എ. എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് അതിന് പറയാൻ നമുക്ക് പറയാം ബി ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ഹോൾഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് അല്ല. എ ബി ആറിലുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബി ഗ്രേറ്റർ ദാൻ എ ആവില്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ആറിലുണ്ടാവില്ല. അതുകൊണ്ട് ഈ റിലേഷൻ നോട്ട് സിമെട്രിക് ആണ്, സിമെട്രിക് അല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ലെറ്റ് എ ബി എലമെൻ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻ്റ് ഓഫ് ആർ. എ ബി ആറിലുണ്ടെന്നിരിക്കട്ടെ, അതുപോലെ ബി സിയും ആറിലുണ്ടെന്നിരിക്കട്ടെ. എ ബി ഉള്ളതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. ബി സി ആറിലുള്ളതുകൊണ്ട് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് പറയാം എ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അതുകൊണ്ട് എ സി എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കും. അതുകൊണ്ട് ആറ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എ ബി ആറിൽ വരികയും ബി സി ആറിൽ വരികയും ചെയ്താൽ ഉറപ്പായിട്ടും എ സിയും ആറിലുണ്ടാവും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം, എക്സാമിൻ വെദർ ദ റിലേഷൻ ഈസ് ദ ബ്രദർ ഓഫ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതാണ് ചോദ്യം. നമ്മുടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മുഴുവൻ്റെയും കൂടെ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷനെ കുറിച്ചൊരു ഹിൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ഈസ് ദ ബ്രദർ ഓഫ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന് ഏത് പേര് കൊടുക്കാം? ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഈ റിലേഷൻ ഇവിടെ പേരൊന്നും ഒരു കൊടുത്തിട്ടില്ലായിരുന്നു, നമുക്ക് ആറെന്ന് പേര് കൊടുക്കാം. ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, എ കോമ ബി എലമെൻ്റ് ഓഫ് എ. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന് പേരില്ലായിരുന്നു, നമ്മൾ എ എന്ന് പേര് കൊടുത്തു. റിലേഷന് പേരില്ലായിരുന്നു, നമ്മൾ ആറെന്ന് പേര് കൊടുത്തു. എന്നിട്ട് റിലേഷനെ നമ്മൾ റൂൾ ഫോമിൽ എഴുതി. ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, എ കോമ ബി എലമെൻ്റ് ഓഫ് എ. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഓർഡേർഡ് ബൈ എ ബി ആറിലുണ്ടെങ്കിൽ എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആയിരിക്കും. അതുപോലെ എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആണെങ്കിൽ ഓർഡേർഡ് ബൈ എ ബി ആറിലുണ്ടാവും. നമുക്ക് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് പരിശോധിക്കാം. ഞാൻ ക്യാപിറ്റൽ എയിൽ ഒരു എലമെൻ്റ് എ എടുക്കുന്നു. ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെറ്റാണ്. നമ്മൾ അവിടെ ഒരു എലമെൻ്റ് എ എടുക്കുന്നു. എ ഈസ് ദ ബ്രദർ ഓഫ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആറിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. എ ആറിൽ വരണമെങ്കിൽ എ ഈസ് ദ ബ്രദർ ഓഫ് എ എന്നുള്ളത് ട്രൂ ആയിരിക്കണം. പക്ഷേ നമുക്കറിയാം എ ഈസ് ദ ബ്രദർ ഓഫ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആറിലില്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. നമുക്ക് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് എ ബി എലമെൻ്റ് ഓഫ് ആർ. എ ബി ആറിലുണ്ടെന്നിരിക്കട്ടെ. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി.
എ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്നതുകൊണ്ട് ബി ഈസ് ദ ബ്രദർ ഓഫ് എ ട്രൂ ആവണമെന്നില്ല. കാരണം രാമു ഈസ് ദ ബ്രദർ ഓഫ് സീത, അതിൽ നമുക്ക് പറയാൻ പറ്റുമോ സീത ഈസ് ദ ബ്രദർ ഓഫ് രാമു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്നതുകൊണ്ട് ബി ഈസ് ദ ബ്രദർ ഓഫ് എ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബി എ നീഡ് നോട്ട് ബി ഇൻ ആർ. ബി എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ലെറ്റ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ബ്രദർ ഓഫ് സി. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും വെച്ച് ഉറപ്പായിട്ട് നമുക്ക് പറയാം എ ഈസ് ദ ബ്രദർ ഓഫ് സി. എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ബ്രദർ ഓഫ് സി ആണെങ്കിൽ ഉറപ്പാണ് എ ഈസ് ദ ബ്രദർ ഓഫ് സി ആയിരിക്കും. അതുകൊണ്ട് എ സി ആറിലുണ്ടാവും. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ ബ്രദർ ഓഫ് എന്ന സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബ്രദർ ഓഫ് എന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, അത് സിമെട്രിക് അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇതുപോലൊരു ചോദ്യം 15ാമത്തെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. എക്സാമിൻ വെദർ ദ റിലേഷൻ ഈസ് ദ മദർ ഓഫ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഈ പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ബ്രദർ ഓഫിന് പകരം നമ്മളിവിടെ മദർ ഓഫ് എന്നുള്ള റിലേഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ആ നോട്ട് ബുക്കിനകത്ത് വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ.